ഹലോ ഗായ്സ്, രമ്യാസ് ഫുഡ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി 1.5 കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി ഒന്ന് സ്ട്രെയിനിൽ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളം പോകാൻ വേണ്ടി. പിന്നെ ഒരു കിലോ ബസുമതി റൈസ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഇച്ചിരി വലിയ പീസായിട്ടാണ് കട്ട് ചെയ്ത് വാങ്ങിച്ചു വെക്കുന്നത്. കാരണം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി വലിയ പീസ് വേണം, കറി പീസ് പറ്റൂല. പിന്നെ ഒരു 4 സവാള നല്ല കനം കുറച്ച് സ്ലൈസ് ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 തക്കാളിയും സ്ലൈസ് ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കുന്ന മസാല, നമ്മുടെ ഒരു 10-15 പച്ചമുളക്, ഒരു 2 കുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി കൂടി നല്ലോണം ചതച്ച് മിക്സിയുടെ ജാറിലിട്ട് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് മെയിൻ മസാല. പിന്നെ നമ്മുടെ ഒരു ബിരിയാണി പോട്ട് ഞാൻ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്കും പട്ട, കരയാമ്പൂ, ഏലക്ക, തക്കോലം, നമ്മുടെ ചെറിയ കുരുമുളക്, ബേ ലീവ്സും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു കപ്പോളം സൺഫ്ലവർ ഓയിലും ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. റൈസ് സ്റ്റിക്കി ആകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അതും ഒഴിച്ച് കൊടുത്ത് പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂണോളം ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളക്കാൻ വേണ്ടി അടച്ച് വെക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന റൈസും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒരു 3/4 വേവോളം വേവിച്ചെടുത്താൽ മതി കേട്ടോ. വേവ് നമുക്ക് ബിരിയാണി ദം ചെയ്യുമ്പോൾ വെന്തോളും. അപ്പോൾ 3/4 വേവോളം വേവിച്ചെടുത്ത റൈസും ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ബിരിയാണി പോട്ടിലോട്ട് ബിരിയാണി പോട്ട് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയല്ല കേട്ടോ, ഓയിലും കുറച്ച് ഗീയും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ വെച്ചേക്കുന്നത്. 1 കപ്പോളം ഓയിലും പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണോളം നമ്മുടെ ഗീയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട്, സവാള ഒന്ന് ലൈറ്റ് റോസ് കളറാകുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതും അതും മിക്സ് ചെയ്ത് അതും നല്ലോണം അതിൻ്റെ പച്ചമണം മാറണ വരെ നല്ലോണം വഴറ്റി കൊടുക്കുക. വഴറ്റിയതിന് ശേഷം 3 തക്കാളി അരിഞ്ഞ് വെച്ചത് അതും ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കും മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞ പോലെ അധികം മസാല ഞാൻ ചേർക്കാറില്ല. ഒരു വലിയ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണോളം ഗരം മസാലയാണ് ഞാൻ ചേർത്തേക്കുന്നത്. വേറെ മസാല ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. മുളക് പൊടിയോ അല്ലെങ്കിൽ മല്ലിപ്പൊടിയോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ഈ ബിരിയാണിയിൽ. പിന്നെ ഞാൻ ഗരം മസാലയാണ് വീട്ടിൽ യൂസ് ചെയ്യുന്നത്. വാങ്ങിച്ച് പൊടിക്കുന്നതിന് മസാലാസ് എല്ലാം കൂടെ അതിനകത്ത് എല്ലാം ഉണ്ടാവും കേട്ടോ. ഈ പറഞ്ഞ പോലെ പെരിഞ്ജീരകം, ചെറിയ ജീരകം, നമ്മുടെ പട്ട, കറിയാമ്പൂ, ഏലക്ക, തക്കോലം എല്ലാം കൂടെ വാങ്ങിച്ച് ഉണക്കി പൊടിച്ചെടുക്കുന്ന മസാലയാണ് ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്നത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 1 കപ്പോളം നല്ല കട്ട തൈര് അതും ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. തൈര് ഒഴിക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. ചിക്കനും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു ടേബിൾ സ്പൂണോളം നമ്മുടെ ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ചെറുതീയിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനകത്ത് നിന്ന് തന്നെ വെള്ളം നല്ലോണം ഊർന്ന് വന്നോളും. ഞാൻ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് അടിക്ക് പിടിക്കില്ല. ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി നോക്കി കഴിഞ്ഞ ശേഷം ഒരു 25 മിനിറ്റ് ആകുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബിരിയാണി റൈസ് മുകളിൽ ഇട്ട് കൊടുക്കാതെ ദം ചെയ്ത്, അപ്പോൾ വെള്ളം ഉണ്ടാവണം. ചിക്കനിൽ വെള്ളം അധികം പറ്റിക്കളയരുത്. ബാക്കി ഭാഗം വേവ്, അരിയുടെ വേവ് ഇനി ദമ്മിലാണ് ഇരുന്ന് വേകേണ്ടത്. അപ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് ചിക്കൻ വെന്തോന്ന് നോക്കിയിട്ട് നമുക്ക് റൈസ് അതിൻ്റെ മുകളിൽ തട്ടി കൊടുക്കാം. ലെവൽ ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു പാനിൽ കുറച്ച് കശുവണ്ടി, മുന്തിരിയും നെയ്യിൽ വറുത്തിട്ടുണ്ടായിരുന്നു, അതും ഒന്ന് മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യമുള്ളവർക്ക് മല്ലിച്ചീരയും പുതിനയിലയും ഒന്ന് ആ നെയ്യിൽ തന്നെ വറുത്തിട്ടാലും, പിന്നെ സവാള വേണമെങ്കിൽ വറുത്തിടാം. ഞാൻ അതിനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നാമത്തെ എനിക്ക് പാടില്ല എന്നുകൊണ്ട് അതൊന്നും ചെയ്തില്ല.
അങ്ങനെ ചെയ്തിട്ടാലും നമുക്ക് ഒരു ഗാർണിഷിങ് കിട്ടും. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഇച്ചിരി കശുവണ്ടി മുന്തിരി മാത്രമേ വറുത്തിട്ടുള്ളൂ. പിന്നെ ആ വറുത്ത നെയ്യും ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 1/4 മണിക്കൂറോളം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ ബിരിയാണി റെഡിയാവും. എൻ്റെ ബിരിയാണി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.